മറ്റ് ബിസിനസ് ഓർഗനൈസേഷനുകളെ പോലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഒരു കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലൊരു കമ്പാരിസൺ. ഇത് നമുക്കറിയാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ബട്ട് കമ്പനീസ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. ഇതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് കമ്പനീസ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 or 2013. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും കമ്പനിക്കും രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു. കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു. ഇനി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനി മിനിമം നമ്പർ 2, പബ്ലിക് കമ്പനി മിനിമം നമ്പർ 7, കോഓപ്പറേറ്റീവ് സൊസൈറ്റി മിനിമം നമ്പർ 25. ഇതാണ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ കമ്പനി. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 പേര്, പബ്ലിക് കമ്പനിയിൽ മിനിമം 7 പേര്. എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ മിനിമം 25 പേര്. എന്നാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് ആണെങ്കിൽ മിനിമം 10 ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കണമെങ്കിൽ മിനിമം 25 പേര് വേണം. എന്നാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 10 പേര് മതി. ഇനി മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, പ്രൈവറ്റ് കമ്പനി 200, പബ്ലിക് കമ്പനി നോ മാക്സിമം ലിമിറ്റ്. അതുപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും നോ മാക്സിമം ലിമിറ്റ്. അതായത് പരമാവധി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 200, എന്നാൽ പബ്ലിക് കമ്പനി എത്ര പേര് വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും മാക്സിമം ലിമിറ്റ് ഇല്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ, എന്നാൽ ഓട്ടോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് കമ്പനിയിൽ. ഇതാണ് കമ്പനി ഓട്ടോക്രാറ്റിക് മാനേജ്മെന്റ്, ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ഏകാധിപത്യപരമായിട്ട്, കാരണം അല്ലെ വൺ മാൻ വൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ബട്ട് വൺ ഷെയർ വൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അതായത് ജനാധിപത്യപരമായിട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ്. എന്നാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ജനാധിപത്യപരമായിട്ടല്ല. അതായത് ഒരു ഷെയറിന് ഒരു വോട്ടാണ് കമ്പനിയുടെ പ്രിൻസിപ്പിൾ. എന്നാൽ സൊസൈറ്റിയിലോ വൺ മാൻ വൺ വോട്ട്, അതായത് ഒരു വ്യക്തി എത്ര ഷെയർ എടുത്താലും ഒരു വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് കമ്പനി വൺ ഷെയർ വൺ വോട്ട്, ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൺ മാൻ വൺ വോട്ട്. ദെൻ പ്രോക്സി ഈസ് അലൗഡ് ഇൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രോക്സി ഈസ് നോട്ട് അലൗഡ്. അതായത് വോട്ടിങ്ങിന് വേണ്ടി യഥാർത്ഥ ആളിന് പകരം ഒരു മെമ്പർക്ക് പകരമുള്ള ഒരാളിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക, ഈ പകരക്കാരനെ പറയുന്നവരാണ് പ്രോക്സി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ പ്രോക്സി അലവബിൾ ആണ്, എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രോക്സി അലൗഡ് അല്ല. അതുപോലെ തന്നെയാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ മെയിൻ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്ന സർവീസ് ആണ്. എന്നാൽ കമ്പനിയുടെ മെയിൻ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ദ മെയിൻ ഓബ്ജക്റ്റ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ബട്ട് സർവീസ് ഈസ് ദ മെയിൻ ഓബ്ജക്റ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ദ മെയിൻ ഓബ്ജക്റ്റ് ഈസ് കാൾഡ് സർവീസ്. 2ാം സ്ഥാനം മാത്രമേ ഏതിന് കൊടുക്കുന്നുള്ളൂ? പ്രോഫിറ്റിന് കൊടുക്കുന്നുള്ളൂ. അതുപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ആൾ ആർ ഈക്വൽ ആണ്, എല്ലാവരും തുല്യരാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. എന്നാലാണെങ്കിലോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ മെയിൻ എന്ന് പറയപ്പെടുന്നത് ഫിനാൻസ് ആണ്, അല്ലെങ്കിൽ മണിയാണ്. കാരണം പണമുള്ളവർക്കാണ്, കൂടുതൽ ഷെയർ മേടിക്കുന്നവരാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ എല്ലാവരും തുല്യരാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, HUF ഉണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ഇതിൽ മെയിൻ
ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ. എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ടു ബി ഫോംഡ് ഓർ രജിസ്റ്റേർഡ് അണ്ടർ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഓർ 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ടു ബി ഫോംഡ് ഓർ രജിസ്റ്റേർഡ് അണ്ടർ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. മെയിൻ ഓബ്ജക്റ്റ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പ്രോഫിറ്റ്, ബട്ട് മെയിൻ ഓബ്ജക്റ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സർവീസ്. വൺ മാൻ ഓൺ വോട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ബട്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വൺ ഷെയർ ഓൺ വോട്ട്. വൺ ഷെയർ ഓൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഇൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൺ മാൻ വൺ വോട്ട്. ഓട്ടോക്രാറ്റിക് മാനേജ്മെന്റ് ഇൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ഓട്ടോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്, കാരണം ഏറ്റവും കൂടുതൽ ഷെയർ മേടിച്ചിട്ടുള്ള ആരാണോ അവരായിരിക്കും ഒരു കമ്പനിയെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം കമ്പനി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ദി ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻടു സ്മാൾ യൂണിറ്റ്സ്, ഈച്ച് യൂണിറ്റ് ഈസ് കാൾഡ് എ ഷെയർ. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഇതിനെ ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് തിരിക്കുന്നു. ഓരോ യൂണിറ്റ് ഷെയർ എന്ന് പറയുന്നു. ഷെയർ മേടിച്ച ആരാണോ അവരെ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നു. ഇവരാണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഒരാൾക്ക് എത്ര ഷെയർ വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. മൊത്തം ഷെയറിന്റെ 51% ആരാണോ മേടിച്ചിരിക്കുന്നത് അവരായിരിക്കും കമ്പനിയെ മാനേജ് ചെയ്യുന്നത്. കാരണം വൺ ഷെയർ ഓൺ വോട്ട് ആണ്. എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വൺ മാൻ ഓൺ വോട്ട്. അതാണ് കമ്പനി ആണെങ്കിൽ ഓട്ടോക്രാറ്റിക് മാനേജ്മെന്റും കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഫോം എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം നമ്പർ 2, പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം നമ്പർ 7. അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 25. എന്നാൽ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ്സിൽ മിനിമം 10 ആണ്. ഇനി മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനി 200, പബ്ലിക് കമ്പനി നോ മാക്സിമം ലിമിറ്റ്. അതായത് പരമാവധി ആളുകളുടെ എണ്ണം പ്രൈവറ്റ് കമ്പനി 200, പബ്ലിക് കമ്പനിയിൽ എത്ര പേര് വേണമെങ്കിലും ആകാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളവും നോ മാക്സിമം ലിമിറ്റ്. എത്ര പേര് വേണമെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ്. എന്നാൽ കമ്പനിയിൽ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് MD ഒക്കെയാണ്. അതാണ് MD, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ ദ സുപ്രീം അതോറിറ്റി ഇൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ബട്ട് ദി മെയിൻ ഓർ ദ സുപ്രീം അതോറിറ്റി ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ബോഡി. അവിടെ മെമ്പേഴ്സ് ആണ്, അവിടെ പരമാധികാരം മെമ്പേഴ്സിനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെയാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കമ്പനീസ് ഷെയർസ് ആർ ഈസിലി ട്രാൻസ്ഫേർഡ്. ദ ഷെയർസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആർ ഈസിലി ആൻഡ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. ബട്ട് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ദ ഷെയർസ് ആർ നോട്ട് ട്രാൻസ്ഫറബിൾ. അതായത് കമ്പനിയുടെ ഷെയറുകളാണെങ്കിൽ ഒരാൾക്ക് വേണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കാവുന്നതാണ്. എന്നാൽ സൊസൈറ്റിയിലാണെങ്കിൽ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും അതുപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ടുള്ള വ്യത്യാസങ്ങൾ. അന്നേരം പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ ഒന്നാണ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനും കമ്പനിയുമായിട്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസുമായിട്ട് ഒരു കമ്പാരിസൺ, അതായത് രണ്ടിനും രജിസ്ട്രേഷൻ ആവശ്യമാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും രജിസ്ട്രേഷൻ ആവശ്യമാണ്, അതുപോലെ തന്നെ കമ്പനിക്കും രജിസ്ട്രേഷൻ ആവശ്യമാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, അതറിയാമല്ലോ. ലിമിറ്റഡ് ലയബിലിറ്റി ആണ് സൊസൈറ്റിയിലും കമ്പനിയിലും. കമ്പനി ആണെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സൊസൈറ്റി സർവീസിന് പ്രാധാന്യം കൊടുക്കുന്നു. വൺ മാൻ ഓൺ വോട്ട് പ്രിൻസിപ്പിള്, വൺ മാൻ ഓൺ വോട്ട് ഏതാണ് കോഓപ്പറേറ്റീവ്. എന്നാൽ വൺ ഷെയർ വൺ വോട്ട് ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ. ഇനി പറഞ്ഞല്ലോ മിനിമം നമ്പർ മാക്സിമം നമ്പർ അറിയാമല്ലോ. കമ്പനി ആണെങ്കിൽ മിനിമം നമ്പർ, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7, പ്രൈവറ്റ് കമ്പനി 2, സൊസൈറ്റി ആണെങ്കിൽ
25 മിനിമം. എന്നാൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ആണെങ്കിൽ 10 മതി. ഇനി മാക്സിമം നമ്പർ എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി 200, പബ്ലിക് കമ്പനി നോ മാക്സിമം ലിമിറ്റ്, അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും നോ മാക്സിമം ലിമിറ്റ്. ഏകദേശം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമല്ലോ. ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്.